CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ശക്തമായ മഴയിൽ ആൽത്തറ കുന്നത്തൂരിൽ മരക്കൊമ്പ് റോഡിലേക്ക് വീണ് ബൈക്ക് യാത്രികരായ 3 പേർക്ക് പരിക്ക്. നാലാംകല്ല് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ കർണങ്കോട്ട് ബസാറിൽ സ്വകാര്യ വ്യക്തി ഓവുചാൽ അടച്ചതോടെ 15 കുടുംബങ്ങൾ വെള്ളക്കെട്ടിലായി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ മുട്ടോളം വെള്ളം നീന്തേണ്ട അവസ്ഥയിൽ. സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമപ്രവർത്തനത്തിന് ലാൻഡേൺസ് മീഡിയയുടെ പുരസ്കാരം CCTVക്ക്. പ്രോഗ്രാം ഡയറക്ടർ KC ജോസ്, സീനിയർ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി എന്നിവരെയാണ് പുരസ്കാരം നൽകി ആദരിച്ചത്. ചൂണ്ടൽ പുതുശ്ശേരിയിൽ വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുശ്ശേരി പുല്ലാനിപ്പറമ്പിൽ വീട്ടിൽ മഞ്ജുവിന്റെ മകൾ 14 വയസ്സുള്ള ആരുഷിയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇസ്ലാം മതത്തെ അപമാനിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിയ സംഭവത്തിൽ BJP പ്രവർത്തകനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. BJP കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജുവാണ് അറസ്റ്റിലായത്. എരുമപ്പെട്ടി കടങ്ങോട് തെക്കുമുറി റോഡിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പാഴിയോട്ടുമുറി താഴത്ത് വീട്ടിൽ വൈശാഖ്, യദു എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം തയ്യാറായി. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പ്രവേശനോത്സവത്തിനുള്ള ഗാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. വേലൂർ സ്വദേശി ഔറംഗാബാദിൽ റോഡപകടത്തിൽ മരിച്ചു. വേലൂർ RMS സ്കൂളിനടുത്ത് ചുങ്കത്ത് പോൾ മകൻ ബിജുവാണ് മരിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിൽ ആദ്യമായി മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരീക്ഷണ ക്യാമറ സംവിധാനം സ്ഥാപിച്ചു. മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നടപടികൾക്ക് സഹായകരമാകുന്നതിനായാണ് സംവിധാനം ഒരുക്കിയത്. A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ആകാശയാത്രയൊരുക്കി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. മധുരം സമ്മാനിച്ച് മന്ത്രി രാജനും ഇഷ്ടഭക്ഷണമൊരുക്കി സുരേഷ് ഗോപിയും. അതിരുകളില്ലാത്ത ആകാശത്ത് പറന്ന് പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. നെല്ലുവായി മാങ്ങാരപ്പുഞ്ചയിൽ ശങ്കരന്റെ മകൻ കൃഷ്ണനാണ് മരിച്ചത്. LIC ഏജന്റ് ഓർഗനൈസേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ കുടുംബസംഗമം നഗരസഭാ ടൗൺ ഹാളിൽ നടന്നു. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ മണികണ്ഠൻ പെരുമ്പടപ്പ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സൌജന്യമായി വെക്കേഷൻ യോഗ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കായി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് CITU ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റ് ജനറൽ ബോഡി യോഗം നടത്തി. തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ ഉദ്ഘാടനം ചെയ്തു. CITU കടങ്ങോട് പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരത്തംകോട് ഹൈസ്കൂൾ പരിസരവും LP സ്കൂളും മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തി. വാദ്യകലാകാരന്മാർ ഏറെയുള്ള കക്കാടിന് അഭിമാനമായി രക്ഷിതാക്കളുടെ ചെണ്ടമേളം അരങ്ങേറ്റം. കക്കാട് വാദ്യകലാക്ഷേത്രത്തിലെ കുട്ടികളുടെ രക്ഷിതാക്കളാണ് കക്കാട് രാജപ്പന്മാരുടെ ശിക്ഷണത്തിൽ ചെണ്ടമേളം അരങ്ങേറിയത്. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വിരമിക്കുന്ന 3 ജീവനക്കാർക്ക് എംപ്ലോയീസ് യൂണിയൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. മന്ദലാംകുന്ന് സയ്യിദ് സൈക്കുൽ ഹൾറമി തങ്ങളുടെ ഉറൂസ് ഷെരീഫിന്റെ ഭാഗമായി പതാക ഉയർത്തി. മഹലിന് കീഴിലെ 7ഓളം മദ്രസകളിൽ നിന്നുള്ള കുട്ടികൾ ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ ജാറം അങ്കണത്തിലെത്തിയാണ് പതാക ഉയർത്തിയത്. പലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ SFI പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം വനിതാ സംഘം കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ വീണപൂവ് മേഖലാ കലോത്സവം സംഘടിപ്പിച്ചു. CITU വേലൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരിച്ചു. CITU വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ അധ്യാപകർക്കായി 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പാളും കാലിക്കറ്റ് സർവകലാശാല മുൻ രജിസ്ട്രാറുമായിരുന്ന ഡോക്ടർ CL ജോഷി ക്ലാസ് എടുത്തു. തയ്യൂർ ഹൈസ്കൂളിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് തയ്യൂർ ബൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.